ഹലോ ഗായ്സ്, അപ്പൊ ഇന്നൊരു അടിപൊളി ലിവർ വരട്ടിയതിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ലിവറാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ലിവർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലഡ് ഉണ്ടാവും കേട്ടോ. അപ്പൊ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതാ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഉപ്പും അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പൊ അത് ആ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് ഇത് മസാല ഒക്കെ നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തേക്കും ആവുക കേട്ടോ. അപ്പൊ അത് ആ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, കുക്കർ അടച്ചു വെച്ച് ഒരു 4-5 വിസിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ അതാ ഞാൻ വേറെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ വലിയുള്ളി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി എപ്പോഴും പറയും പോലെ തന്നെ ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം അത് തുറന്നു നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് എരിഞ്ഞു വെച്ച തക്കാളിയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. തക്കാളി നല്ല രീതിയിൽ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതേ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാ നമ്മളെ മസാലകളൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് പെരിഞ്ജീരകം, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ബീഫ് മസാല 1.5 ടീസ്പൂണ്. ഞാൻ എപ്പോഴും പറയും പോലെ മസാലപ്പൊടികളൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറുക്കിയും ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നല്ല നാടൻ കറിവേപ്പിലാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇത് ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ചേർത്ത മസാലയും അതേപോലെ ഇതെല്ലാം ഈ മസാലപ്പൊടികളും എല്ലാം നമ്മൾ ഈ ഒരു എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. ആ ഒരു സമയം വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ലിവർ, അപ്പൊ ആ ഒരു ലിവർ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്റ്റോക്ക് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പൊ അതാ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അപ്പൊ ആ ഒരു സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അതിന്റെ ഒരു ഫുള്ളായിട്ടുള്ള പിന്നെ ടേസ്റ്റും ഇതിലേക്ക് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മളെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇതാക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആയാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വേവിച്ച് വെച്ച ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സമയം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാര് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. അത്യാവശ്യം ഗ്രേവിയോട് കൂടിയുള്ള ഒരു അടിപൊളി ലിവർ വരട്ടിയതിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു കറി മാത്രം മതി നിങ്ങൾക്ക് പത്തിരിയോ ചോറോ എന്തായിക്കോട്ടെ ഇതിന്റെ കൂടെ കഴിക്കാൻ. ഇപ്പൊ ഞാനിത് മിക്സ് ചെയ്തതിനു ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ഇടക്ക് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ചേർത്ത ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പിടിച്ചു വരാൻ സാധ്യത ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ അത്യാവശ്യം ഡ്രൈ ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ എത്രത്തോളം നമ്മൾ ഇതേപോലെ വരട്ടി എടുക്കുന്നോ അത്രയും ഈ ഒരു റെസിപ്പി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, അടിയിൽ ഇങ്ങനെ മറച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കുക. അടിയിൽ ഇങ്ങനെ പിടിച്ചു വരും പോലെ തോന്നും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഇങ്ങനെ മറച്ചിട്ടിട്ട് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ലിവർ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ വരട്ടിയിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പൊ നമ്മളെ ലിവർ വരട്ടിയത് ഏകദേശം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്, നല്ലൊരു സ്മെല്ലുമാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. അത്രക്ക് ടേസ്റ്റ് ആണ് ഈ ഒരു ലിവറിന്റെ റെസിപ്പി. അപ്പൊ അത് അത്യാവശ്യം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. നമ്മളിതിൽ കുരുമുളകൊന്നും ചേർത്തിട്ടില്ല എങ്കിലും ഈ ഒരു ലിവർ എന്ത് ചെയ്യും, നല്ല ഡ്രൈ ആയി വരുന്നതിനനുസരിച്ച് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. ഞാൻ ഇതേപോലെ തന്നെ 2 രീതിയിൽ ലിവർ വരട്ടാറുണ്ട് കേട്ടോ. കുരുമുളക് ഇട്ടിട്ടും പിന്നെ ഈ ഒരു രീതിയിലും, പിന്നെ മുളക് ഇട്ടിട്ട് തന്നെ ഞാൻ മസാല
കൂട്ട് ഉണ്ടാക്കിയിട്ടും ഞാൻ ലിവർ വരട്ടാറുണ്ട്. രണ്ടും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കൊതിയാവുന്ന ആ ഒരു ടൈപ്പിലുള്ള അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ അതാക്കുന്ന നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ ലിവർ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോ നെയ്ച്ചോറാണ് ഇതിന്റെ കൂടെ കഴിക്കുക. നെയ്ച്ചോറോ ചപ്പാത്തിയോ എന്തെന്നായാലും നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പൊ ഇത് എത്രത്തോളം ടേസ്റ്റി ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പാത്രത്തിലേക്ക് കോരിയിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പൊ അതെ നമ്മുടെ അടിപൊളി ഗ്രേവിയോട് കൂടിയുള്ള നമ്മുടെ ലിവർ വരട്ടിയത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ കപ്പലോടുന്ന ആ ഒരു ടൈപ്പിലുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.